പൊടുന്നനെയാണ് ഒരു വാർത്ത പരന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യം വാർത്ത വന്നത്. AI ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ സഹിതം വന്ന വാർത്ത. എന്താണ് വാർത്ത? വയനാടിൽ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീട്ടിൽ ചോർച്ചയുണ്ട്. ഇതായിരുന്നു AI സൃഷ്ടിയോടുകൂടി വന്ന സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രങ്ങളും വാർത്തകളും. അത് കഴിഞ്ഞ ഉടനെ മാധ്യമപ്രവർത്തകർ വയനാട്ടിലേക്ക് ഓടി. വയനാട്ടിൽ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീട്, ആ വീടിൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി, സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ചില മാർക്കുകൾ, അടയാളങ്ങൾ ഇട്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇതാ ചോർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം പരന്നത്. ദൃശ്യമാധ്യമങ്ങൾ മാത്രമാണ് വാർത്ത നൽകിയത്. പത്രമാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് പിറകെ പോയില്ല. കാരണം സത്യം അതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതാണ്. അത് പരിശോധനയുടെ ഭാഗമാണ്, സുരക്ഷാ പരിശോധനയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പത്രമാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായി. പക്ഷേ ദൃശ്യമാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ അത് ആഘോഷിക്കുന്നത് നാം കണ്ടു. ഇന്നിതാ അവിടത്തേക്ക് റവന്യൂ മന്ത്രി കെ രാജൻ പോയി. എന്താണ് സംഭവിച്ചത് എന്ന് കാണിച്ചു കൊടുത്തു. ദൃശ്യങ്ങൾ കാണാം. ഇത് സാധാരണ വെള്ളം സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സംശയമില്ല. എന്തായാലും ഇതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി പറയുകയും ചെയ്തു കെ രാജൻ. നിങ്ങൾ എപ്പോൾ തുടങ്ങിയതാണ് ഇത്? ദുരന്തമുണ്ടായ ഘട്ടത്തിൽ വിതരണം ചെയ്ത റൊട്ടി അത് പൂത്ത റൊട്ടിയാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തവരല്ലേ നിങ്ങൾ? ആരാണ് അതിന് പിന്നിൽ കളിച്ചത് എന്ന് പിന്നീട് ബോധ്യപ്പെട്ടതല്ലേ? അന്ന് തുടങ്ങിയതല്ലേ ഈ കളി? ഇപ്പോഴും നിങ്ങൾക്കിത് നിർത്താറായില്ലേ എന്ന ചോദ്യവും കൂടി ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് കെ രാജൻ. അതും കൂടി കേൾക്കാം. ആ വാക്ക് ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമാണ്. വെള്ളം കിരിഞ്ഞു കാണുന്നു, അവിടെ അവർ അടയാളപ്പെടുത്തും. അടയാളപ്പെടുത്തിയതിന് ശേഷം അതിന്റെ മീതെ എങ്ങനെയാണ് വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പോസ് ട്രീറ്റ്മെന്റ് നടത്തും. ആ ട്രീറ്റ്മെന്റ് നടത്തിയതിന് ശേഷം വീണ്ടും അവിടെ വെള്ളം അടിക്കും. വെള്ളം വീണ്ടും കിരിയുന്നുണ്ടെങ്കിൽ വീണ്ടും അത് ക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിരിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള കോൺക്രീറ്റിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആളെ താമസിപ്പിക്കുക. താമസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ ചെവിട് പിടിക്കും, പണിതവന്റെ. ആ ചെവിട് പിടുത്തം ഗവൺമെന്റും തുടരും. ഇതാണ് കളി. തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ ശരി, അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഇപ്പോഴോ വോട്ടുകളെല്ലാം പെട്ടിയിലായി. എന്നിട്ടും സർക്കാരിനെതിരെയുള്ള വാർത്തകൾ, കള്ളവാർത്തകൾ ചമയ്ക്കുന്നതിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരു മടിയുമില്ല എന്നർത്ഥം. ഒന്നുകിൽ ബോധപൂർവം, അല്ലെങ്കിൽ വിവരമില്ലായ്മ. വിവരമില്ലായ്മയാണ് മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെ വാർത്ത നൽകാൻ ഇടയാക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ആർക്കിടെക്റ്റ് വന്ന് എഴുതിയത് വായിക്കാൻ ഇടയാകുകയും ചെയ്തിരുന്നു. എന്തു പറയാനാണ് നമ്മുടെ ദൃശ്യമാധ്യമ പ്രവർത്തകരെ കുറിച്ച് എന്ന് പറയേണ്ടി വരുന്നത് അല്പം കഷ്ടം തന്നെയാണ്. അത് പറയാതിരിക്കാനും കഴിയുന്നില്ല.